നമസ്കാരം. ഗുരുകുലം സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങോൾ SNDP ശാഖയിൽ സംഘടിപ്പിച്ച രാമായണത്തിലെ ജീവിത ദർശനം എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തി. ഡോക്ടർ MV നടേശൻ പഠന ക്ലാസ് നയിച്ചു. നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ MS സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പഠന ക്ലാസ് കുന്നത്തുനാട് SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബിജു വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തോട്ടുവ മംഗളഭാരതി അധ്യക്ഷ സ്വാമിനി ജ്യോതിർമയി ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുകുലം സ്റ്റഡി സർക്കിൾ ജില്ലാ കാര്യദർശി CS പ്രതീഷ്, ഗുരുകുലം സ്റ്റഡി സർക്കിൾ ജില്ലാ സഹകാരി സുനിൽ മാളിയക്കൽ, സ്റ്റഡി സർക്കിൾ കുന്നത്തുനാട് താലൂക്ക് ഉപദേശക സമിതി അംഗം K രാമചന്ദ്രൻ, ഇരിങ്ങോൾ SNDP ശാഖാ വനിതാ സംഘം സെക്രട്ടറി ഉഷ ബാലൻ, സ്റ്റഡി സർക്കിൾ ഇരിങ്ങോൾ യൂണിറ്റ് കാര്യദർശി ജിനിൽ CV എന്നിവർ സംസാരിച്ചു. പഴയ പ്രവർത്തന മേഖല ഈ ആധ്യാത്മികമായിട്ടുള്ള രംഗത്ത് ഇഴുകിച്ചേരാൻ പറ്റിയതല്ല. ചിലപ്പോൾ തുറന്നു പറയണോണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ശിവന്റെ അവതാരമാണ്, തെറ്റിദ്ധരിക്കണ്ടോ, സ്വയം ഇതാവണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല പാമ്പുകളും കരുതിയിരിക്കുന്ന ആളാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് ബലം വെക്കണമെന്ന് നമുക്ക് സ്വയം തോന്നുന്നത്. അപ്പോൾ വലിയ ശത്രുക്കൾ വരുമ്പോഴാണ് നമ്മൾ വലിയവനായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ശത്രുക്കൾ വന്നാലും ഇപ്പൊ സുരേഷിനോടൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിശ്ചിതമായിട്ട് പറഞ്ഞു, ചേട്ടാ കാര്യങ്ങൾ പറഞ്ഞു പോകും, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശത്രുക്കളെന്ന് കണ്ട് ആരും പേടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ഒറ്റയ്ക്ക്, ഇപ്പൊ ഷിജുവൊക്കെ എന്നോട് പ്രവർത്തിച്ചാളാ, ഷിജുവിനെ കൂട്ടി വിളിച്ചാളാ, പാതകളൊന്നും ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ധൈര്യം മുഴുവൻ ശ്രീനാരായണ ഗുരു പറഞ്ഞു. വേറെ മറുവശത്ത് ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ. നിങ്ങൾ ഈ മാസത്തെ യോഗനാഥം മാസിക ആരെങ്കിലും വായിച്ചോ? ആരെങ്കിലും വായിച്ചവരുണ്ടോ? ഈ മാസത്തെ യോഗനാഥം മാസിക, അതിൻ്റെ പ്രൗഢോജ്വലമായ പ്രൗഢഗംഭീരമായ ഒരു ലേഖനം സാധിച്ചിട്ടുണ്ട്. ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ ആകുന്നത്. അറിവുള്ളവനാണ് ജീവി എന്ന് പറയുന്നത് അനുകമ്പയുള്ളവനാകുമ്പോഴാണ് ആ ജീവി യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു അറിവുള്ള ആളായിരുന്നു രാവണൻ. നാമും അറിവുള്ളവരാണ്.